ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 17 പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കോമ്പാറ്റബിൾ ആയ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യത്തെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ iPhone 12 Pro Max എന്ന ഫോണാണ്. നിലവിൽ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തത് സിസ്റ്റം യൂസ് ചെയ്തെല്ലാമാണ്. അതിനാൽ തന്നെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് സിസ്റ്റം യൂസ് ചെയ്ത് ഈ അപ്ഡേറ്റ് എല്ലാം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലൈറ്റ്നിങ് കേബിൾ എല്ലാം യൂസ് ചെയ്ത് സിസ്റ്റത്തിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫോണിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക വഴി ലഭിക്കും. എങ്ങനെയാണ് സിസ്റ്റം യൂസ് ചെയ്ത് iOS 17ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങളുടെ പുതിയ OS ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ഫോണിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ നിങ്ങൾ സിസ്റ്റം എല്ലാം യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനെല്ലാം സാധിക്കും. ഇനി നമുക്ക് ഇത്തരത്തിൽ iOS 17ലേക്ക് വന്നപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂസ് എന്തെല്ലാം എന്ന് നോക്കാം. എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ ഐഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിൽ എനിക്ക് കുറച്ച് ഇഷ്യൂസ് എല്ലാം തോന്നുന്നുണ്ട്. അതായത് നേരത്തെ എനിക്ക് ലഭിച്ചിരുന്ന ബാറ്ററി ബാക്കപ്പിൻ്റെ അത്ര ബാക്കപ്പ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇത് പല യൂസേഴ്സിനും പലതരത്തിലെല്ലാമാണ്. കാരണം ഇത് ചില ആളുകൾക്ക് ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് എല്ലാം വർദ്ധിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ ഇത് ബാറ്ററി ബാക്കപ്പ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഇങ്ങനെ പല ഫാക്ടേഴ്സ് അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറയുന്നതും കൂടുന്നതുമെല്ലാം. അതിനാൽ തന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ സംഭവിക്കണമെന്നില്ല. ഇനി മറ്റുള്ളവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇത് ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യണമെന്നില്ല. അതുപോലെ നിങ്ങളുടെ ഏത് ഫോൺ മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കി ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരാം. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടില്ല. ഇനി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഇപ്രകാരം നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കുക. അതായത് ലേറ്റസ്റ്റ് ആയി വരുന്ന ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കണമെങ്കിൽ നമുക്ക് ഇപ്രകാരം ഈ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കില്ല. എന്നാൽ ഇപ്പോൾ കുറേ പേർക്ക് ഇത്തരത്തിൽ അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാനെല്ലാം പേടിയാണ്. കാരണം ഒരുപാട് പേർ നേരത്തെ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമാണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫോണിൽ ഗ്രീൻ സ്ക്രീൻ അതുപോലെ ഗ്രീൻ ലൈൻ എല്ലാം വരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ കുറേ പേരെല്ലാം അവർ ഇത് അപ്ഡേറ്റ് വന്നാൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എല്ലാം നോക്കിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഇതൊന്നും അപ്ഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഇത് സെക്യൂർ ആയിരിക്കണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫോൺ തീർച്ചയായും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇനി കുറേ പേർ പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിൽ iOS 17ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫോണിൽ ഹീറ്റിംഗ് എല്ലാം വരുന്നുണ്ട്, അതായത് ഹീറ്റിംഗ് ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട് എന്ന്. എന്നാൽ ഇത്തരത്തിലൊരു പ്രശ്നം എനിക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും iOS 17ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വളരെ ഇമ്മീഡിയറ്റായി നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്